അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനോഹരമായ ഈ കൂടിച്ചേരലിൽ, അതിലേറെ ആഹ്ലാദം നിറഞ്ഞ ഈ ഒത്തുചേരലിൽ മറ്റെല്ലാ കൂടിച്ചേരലുകളെക്കാളും ഇതിനെ വ്യത്യസ്തമാക്കുന്നത്, മനോഹരമാക്കുന്നത്, ഇവിടെ നാം ചർച്ച ചെയ്യുന്നത്, ഇവിടെ നാം സംസാരിക്കുന്നത്, ഇവിടെ നാം ആസ്വദിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാമായ പിഞ്ചോമന മക്കളെക്കുറിച്ചാണ്, നമ്മുടെ കരളിൻ്റെ കഷ്ണങ്ങളെക്കുറിച്ചാണ്, നമ്മുടെ മാണിക്യക്കല്ലുകളെക്കുറിച്ചാണ്. അൽഹംദുലില്ലാഹ്, നിങ്ങളോടൊക്കെയൊപ്പം ഏതാനും നിമിഷങ്ങൾ അതിൽ പങ്കുചേരാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്. ആദ്യമായി സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അതോടൊപ്പം എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന് ഇതിൻ്റെ സംഘാടകർക്ക് കൂടി ഞാൻ എൻ്റെ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് നമുക്ക് ഒരു കഥ കേട്ട് തുടങ്ങാം. ഇന്നത്തെ ദിവസം ഒരുപാട് കഥകളും പാട്ടുകളും എല്ലാം കേൾക്കാനും ആസ്വദിക്കാനും ഒരുങ്ങി ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ദീർഘമായ ഒരു പ്രസംഗത്തിലുപരി മക്കളുടെ വർണ്ണാഭമായ പ്രകടനങ്ങൾ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഉമ്മമാരും ഉപ്പമാരും, അതിലേറെ സ്നേഹത്തോടെ കാത്തിരിക്കുന്ന വല്ലിപ്പമാരും വല്ലിമ്മമാരും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കഥയിലൂടെ നമുക്ക് തുടങ്ങാം. ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അരികിൽ ചെന്ന് ഒരു ചെറിയ മോള് ഗുരുവിനോട് ചോദിക്കുകയാണ്, അല്ലയോ ഗുരുവേ, എൻ്റെ ജീവിതത്തിലൂടെ ഒരുപാടേറെ ആളുകൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ഒരുപാട് പേരുണ്ട്, ഞാൻ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ ഒരുപാട് ആളുകളുണ്ട്, ഞാൻ നടന്നു പോകുന്ന വഴികളിൽ പോലും ഒരുപാടേറെ ആളുകളെ കണ്ടുമുട്ടാറുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകൾ എൻ്റെ ജീവിതത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇതിൽ ആരെയൊക്കെയാണ് ഞാൻ വിശ്വസിക്കേണ്ടത്? ആരെയൊക്കെയാണ് ഞാൻ സ്നേഹിക്കേണ്ടത്? ആരെല്ലാമൊക്കെയാണ് ഞാൻ എൻ്റെ ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ടത്? കൂടെ ആരെയൊക്കെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും വിട്ടു നിർത്തേണ്ടത്? ആരെയൊക്കെയാണ് ഞാൻ അവിശ്വസിക്കേണ്ടത് എന്ന് ഗുരു കുറച്ച് സമയം ചോദ്യം മുഴുവനായി കേട്ട് മൗനിയായിരിക്കുകയാണ്. ശേഷം ദൂരെയുള്ള ഒരു പൂന്തോട്ടത്തിലേക്ക് ഇങ്ങനെ വിരൽ ചൂണ്ടിക്കൊണ്ട് ആ മോളോട് പറഞ്ഞു, അതാ അങ്ങ് ദൂരെ വിശാലമായ ഒരു പൂന്തോട്ടമുണ്ട്. ആ പൂന്തോട്ടത്തിൽ നിറയെ വർണ്ണങ്ങളിലുള്ള ഭംഗിയുള്ള ഒരുപാടനേകം പൂക്കളുമുണ്ട്. അവിടെ ചെന്നിട്ട് ആ പൂന്തോട്ടത്തിൽ നിന്നും ഏറ്റവും മനോഹരമായ ആ പൂന്തോട്ടത്തിലെ ഒരുപാട് പൂക്കളിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു പൂ പറിച്ച് എനിക്ക് നീ സമ്മാനമായി നൽകിയാൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു തരാമെന്ന് പറയണം. കുട്ടിക്ക് സന്തോഷമായി. കാരണം എളുപ്പമുള്ള പണിയാണ്. ഓടിച്ചെന്ന് പൂന്തോട്ടത്തിലെത്തി അവിടെ നിന്നും ഒരു പൂ പറിച്ച് കൊണ്ടുവന്ന് കൊടുത്താൽ മതി. ഓടിച്ചെന്ന് പൂന്തോട്ടത്തിനരികിലെത്തി നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? മനോഹരമായ പൂക്കളുള്ള വിശാലമായ പൂന്തോട്ടാണ്. ഓരോ പൂക്കളും ഒന്നിനൊന്ന് മനോഹരമെന്ന് തോന്നിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. കുട്ടി പൂന്തോട്ടത്തിലെത്തിയ സമയത്ത് തന്നെ ആദ്യം തൻ്റെ കണ്ണുകളിൽ ഉടച്ച ഒരു പൂവുണ്ടായിരുന്നു, ഏറ്റവും ഭംഗിയുള്ള ഒരു പൂവ്. കുട്ടിക്ക് സന്തോഷമായി. ആ പൂ തന്നെയാവാം ഗുരുവിന് സമ്മാനിക്കേണ്ട പൂവെന്ന് ഉറപ്പിച്ചുകൊണ്ട് ആ പൂ പറിക്കാൻ വേണ്ടി പതിയെ കുനിയുകയാണ്. പതിയെ കുനിഞ്ഞ് തൻ്റെ കൈകളിങ്ങനെ ആ പൂവിൻ്റെ തണ്ടുകളിൽ സ്പർശിക്കുമ്പോൾ പെട്ടെന്നാണ് ആ പൂവിൻ്റെ പിറകിൽ ആ പൂവിനേക്കാൾ മനോഹരമായ മറ്റൊരു പൂവിനെ കാണുന്നത്. കുട്ടിക്ക് വീണ്ടും സന്തോഷം വർദ്ധിക്കുകയാണ് ചെയ്തത്. കാരണം എന്താ? ആദ്യം കണ്ട പൂവിനേക്കാൾ ഭംഗിയുണ്ട് രണ്ടാമത് കണ്ട പൂവിന്. കുട്ടി എന്ത് ചെയ്തു? രണ്ടാമത്തെ പൂ പറിക്കാൻ വേണ്ടി തൻ്റെ കൈകൾ ഇങ്ങനെ ആ പൂക്കളിലേക്ക് നീട്ടുകയാണ്. അങ്ങനെ ആ പൂ പറിക്കാൻ ഒരുങ്ങുമ്പോഴതാ ആ പൂവിൽ നിന്നും 2 പൂക്കൾക്കപ്പുറം മറ്റൊരു പൂവ്. ആ പൂവാണെങ്കിലോ നേരത്തെ കണ്ട
2 പൂക്കളേക്കാൾ മനോഹരമായിരുന്നു. വീണ്ടും ആ പൂവിലേക്ക് അടുക്കുകയാണ്. ആ പൂ പറിക്കാൻ ഒരുങ്ങുമ്പോൾ അതിനേക്കാൾ മനോഹരമായ മറ്റു പൂവിനെ കാണുകയും ഓരോരോ പൂക്കളിലെത്തുമ്പോഴും ആ പൂക്കളേക്കാൾ ഭംഗിയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന മറ്റനേകം പൂക്കളെ കാണുകയും ചെയ്യുകയാണ്. നടന്ന് നടന്ന് അവസാനം ആ പെൺകുട്ടി പൂന്തോട്ടത്തിൻ്റെ മറ്റൊരു മൂലയിലെത്തി. ഒടുവിലതാ കൂട്ടത്തിലേറ്റവും ഭംഗിയുള്ള പൂ തന്നെ നോക്കി നിൽക്കുന്നു. പൂന്തോട്ടത്തിൻ്റെ മറ്റേ മൂലയിലുള്ള മനോഹരമായ പൂവ്. ആ പൂ പറിക്കാൻ വേണ്ടി ഇത് തന്നെയാണ് മറ്റനേകം പൂക്കളേക്കാളും ഗുരുവിന് സമ്മാനിക്കാൻ ഏറ്റവും ഉത്തമമായ പുഷ്പമെന്ന് വിചാരിച്ച് ആ പൂ പറിക്കാൻ വേണ്ടി തൻ്റെ കൈകളിങ്ങനെ പൂത്തണ്ടിലേക്ക് അകലുകയാണ്. ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് തൻ്റെ മനസ്സിലൊരു ചിന്ത, തൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വരികയാണ്. അല്ല, ഈ കണ്ട പൂക്കളേക്കാളും ഒക്കെ ഭംഗി ഉണ്ടായിരുന്നില്ലേ ഞാൻ ആദ്യം കണ്ട പൂവിന്? പൂന്തോട്ടത്തിലേക്ക് പ്രവേശിച്ച ആ സമയത്ത് എൻ്റെ കണ്ണിലുടഞ്ഞ ഒരു പൂവുണ്ടായിരുന്നു. ആ പൂവായിരുന്നില്ലേ ഈ കണ്ട പൂക്കളേക്കാളുമെല്ലാം മനോഹരമെന്ന ചിന്ത മനസ്സിലേക്ക് വരികയും അവൾ എന്ത് ചെയ്തു? പൂന്തോട്ടത്തിൻ്റെ അറ്റത്ത് നിന്നും ആദ്യം കണ്ട പൂവിലേക്ക് ഓടി അടുക്കുകയാണ്. ഓടി വന്ന് പൂവിനരികിലെത്തി നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? അത്രയേറെ നേരത്തെ കഠിനമായ വെയിലിൻ്റെ ചൂടേറ്റ് ഭംഗിയുള്ള ആ പൂവിൻ്റെ ഭംഗിയെല്ലാം മങ്ങിയിട്ടുണ്ടായിരുന്നു. ആ പൂവിൻ്റെ വർണ്ണമെല്ലാം മങ്ങി പൂവിൻ്റെ ഭംഗിയെല്ലാം കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കുട്ടിക്ക് നിരാശ തോന്നി. പക്ഷേ അവൾ എന്ത് ചെയ്തു? ഇനിയും ഒരുപാട് പൂക്കളുണ്ട്, അടുത്ത പൂ പറിക്കാമെന്ന് കരുതി രണ്ടാമത് കണ്ട പൂവിലേക്ക് തൻ്റെ കണ്ണും തൻ്റെ കയ്യും ഇങ്ങനെ നീളുകയാണ്. പക്ഷേ സങ്കടമാണ് വീണ്ടും കുഞ്ഞിന് വന്നത്. കാരണം എല്ലാ പൂക്കളും വെയിലിൻ്റെ ചൂടേറ്റ് വാടിപ്പോയിട്ടുണ്ടായിരുന്നു. ഓരോ പൂവിൽ നിന്നും തൊട്ടടുത്ത പൂവിലേക്ക് പോയി ഏറ്റവും അവസാനം കണ്ട പൂവിൽ തന്നെ എത്തിച്ചേരുകയാണ്. അങ്ങനെ ആ പൂ പറിച്ച് ഗുരുവിൻ്റെ അരികിലെത്തി ഗുരുവിന് സമ്മാനമായി നൽകി. പൂവിങ്ങനെ നോക്കിയിട്ട് ഗുരു കുഞ്ഞിൻ്റെ അടുത്ത് പറയാണ്, ഇത്ര മനോഹരമായൊരു പൂന്തോട്ടത്തിലേക്ക് നിന്നെ പറഞ്ഞയച്ചിട്ട് വാടിയ പൂവാണോ അത്രയേറെ വർണ്ണങ്ങളുള്ള പൂക്കളിൽ നിന്നും എനിക്ക് സമ്മാനിക്കാൻ നിനക്ക് ലഭിച്ചത്? ഈ പൂവിനായിരുന്നോ കൂട്ടത്തിൽ ഏറ്റവും ഭംഗിയുണ്ടായിരുന്നത് എന്ന് ചോദിക്കുകയാണ്. നിരാശയോടെ കുട്ടി പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവിച്ചത്. ഓരോരോ പൂക്കളിലെത്തുമ്പോഴും ആ പൂവാണ് ഭംഗിയുള്ളത് എന്ന് എനിക്ക് തോന്നുമായിരുന്നു. അങ്ങനെ ഓരോ പൂക്കളെ കാണുമ്പോഴും അതിനേക്കാൾ ഭംഗിയുള്ള മറ്റനേകം പൂക്കളെ കണ്ട് ഓരോ പൂവിൽ നിന്നും മാറി മാറി അവസാനം കണ്ട പൂവിലെത്തി. അവിടെ നിന്നും ഞാൻ തിരിച്ചറിഞ്ഞു, ആദ്യം കണ്ട പൂ തന്നെയായിരുന്നു ഏറ്റവും മനോഹരമെന്ന്. ഒടുവിൽ ഞാൻ ഓടി ആദ്യം കണ്ട പൂവിലെത്തിയപ്പോഴേക്കും എല്ലാ പൂക്കളും വെയിലേറ്റ് പോയിട്ടുണ്ടായിരുന്നു എന്ന്. മുഴുവൻ കേട്ടതിന് ശേഷം പൂ മാറ്റി വെച്ചുകൊണ്ട് കുട്ടിയെ ചേർത്ത് പിടിച്ച് ഗുരു പറയുകയാണ്, ഇത് തന്നെയാണ് മോള് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവും. നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ തീരുമാനപ്രകാരമല്ലാത്ത നമ്മുടെ ഈ ജീവിതത്തിലൂടെ അനേകം ആളുകൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഒരുപാടേറെ ആളുകളെ നാം ഇങ്ങനെ കണ്ടുമുട്ടുന്നുണ്ട്, പരിചയപ്പെടുന്നുണ്ട്. ഇവരിൽ ആരും മറ്റൊരാളേക്കാളും ഇകഴ്ത്തപ്പെടേണ്ടവനോ ഒരാളും മറ്റൊരാളേക്കാളും പുകഴ്ത്തപ്പെടേണ്ടവനോ അല്ല. എല്ലാവരും ഭംഗിയുള്ളവരാണ്. എല്ലാവരുടെയും മനസ്സ് നന്മ നിറഞ്ഞതാണ്. ആരെയും നാം വെറുക്കേണ്ടവരോ ആരെയും മാറ്റി നിർത്തേണ്ടവരോ അല്ല. നോക്കൂ, ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഈ കൂടിച്ചേരലുകളെല്ലാം അവസാനിപ്പിച്ച് ഈ ആനന്ദ മുഹൂർത്തം അവസാനിപ്പിച്ച് സലാം പറഞ്ഞ് നാം പിരിയുമ്പോൾ പരസ്പരം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ്. കൂടെയുള്ള ചേർത്ത് നിർത്തേണ്ട നാം പരിചയപ്പെടുന്ന കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യന്മാരും മികച്ചവർ തന്നെയാണ്. ആരെയും ഇകഴ്ത്താതെ ബന്ധങ്ങളിങ്ങനെ ഊഷ്മളമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവേണ്ട കാലഘട്ടമാണ്.
ഇവിടെ ഓർക്കുക, പരിശുദ്ധ ഖുർആൻ നാം ഓരോരുത്തരോടും ഉണർത്തുകയാണ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ബന്ധങ്ങളെ സൂക്ഷിക്കുകയും ചെയ്യുക. അള്ളാഹു ഓരോ നിമിഷവും നിങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. സുബ്ഹാനല്ലാഹ്, മാസ്മരികത നിറഞ്ഞ വരികളാണ് അല്ലേ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. നന്മകൾ ചെയ്തുകൊണ്ട് തിന്മകളിൽ നിന്നും ഇങ്ങനെ അകന്ന് നിന്നുകൊണ്ട് അള്ളാഹുവിനോടുള്ള സൂക്ഷ്മത കാത്തു സൂക്ഷിക്കുന്നവർ തന്നെയാണ്. അതിനോട് കൂടെ ചേർത്ത് പറയുകയാണ്, അള്ളാഹുവിനോടുള്ള സൂക്ഷ്മതയോടൊപ്പം ചേർത്ത് പറയുകയാണ്, നിങ്ങൾ ബന്ധങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ ബന്ധങ്ങളിൽ സൂക്ഷ്മത കാണിക്കുക. ഇവിടെ തുടങ്ങുകയാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ മക്കൾ, അൽ ഫിത്ര എന്ന വാക്കിനർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ നേച്ചർ, അവരുടെ പ്രകൃതി എന്നാണ് അൽ ഫിത്രയുടെ അർത്ഥം. ആ പ്രകൃതിയെ, ആ ശുദ്ധ പ്രകൃതിയെ ഏറ്റവും നല്ലവരാക്കി മാറ്റാൻ വേണ്ടി, ഏറ്റവും നന്മ നിറഞ്ഞ ചിന്തകൾ അവരുടെ കുഞ്ഞു മനസ്സുകളിലേക്ക്, അവരുടെ തലച്ചോറിനുള്ളിലേക്ക് ചേർത്ത് വയ്ക്കാൻ വേണ്ടി തുടങ്ങി വച്ച ഒരു സിസ്റ്റമാണ്, ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് അൽ ഫിത്ര. നമുക്കറിയാം, ഒരു കുഞ്ഞിൻ്റെ തലച്ചോറ് വളരുന്നത്, ഗ്രോ സംഭവിക്കുന്നത് 7-8 വയസ്സ് വരെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഡെവലപ്മെൻറ്റാണ് സംഭവിക്കുന്നത്. മെഡിക്കൽ സയൻസ് പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ആരാവണമെന്ന് തീരുമാനിക്കുന്നത്, ഒരു വ്യക്തി എങ്ങനെയെല്ലാം ആയിത്തീരണമെന്ന് തീരുമാനിക്കുന്നത് 2 ഘടകങ്ങളാണ്. ഫസ്റ്റ് വൺ ഈസ് ഹിസ് ഹെറിഡിറ്ററി. ആദ്യത്തെ 50% അയാളുടെ ആ ജനിച്ച് വീഴുന്ന ആ കുഞ്ഞിൻ്റെ പാരമ്പര്യമാണ്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ആ കുഞ്ഞ് ജനിച്ച് ജീവിച്ച് വളർന്നു വരുന്ന ആ കുഞ്ഞിൻ്റെ സാഹചര്യമാണ്, എൻവയോൺമെൻറ്റാണ്. നോക്കൂ, 7 വയസ്സ് വരെ മാത്രം വളരുന്ന ആ കുഞ്ഞിൻ്റെ ഹെറിഡിറ്ററി, ആ കുഞ്ഞിൻ്റെ ഉമ്മയും വാപ്പയുമാണ് എങ്കിൽ 23 ക്രോമസോം ഉമ്മയിൽ നിന്നും 23 ക്രോമസോം ഉപ്പയിൽ നിന്നും എടുക്കപ്പെട്ടുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്ന ആ ഒരു ശാസ്ത്രത്തെ ഏറ്റവും മനോഹരമായി നമുക്ക് മുന്നിൽ ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ട് ഓരോ ജന്മവും സൃഷ്ടിക്കപ്പെടുകയാണ്, ഓരോ ജന്മവും പിറന്നു വീഴുകയാണ്. അത് കഴിഞ്ഞ് ആ കുഞ്ഞ് വളരുന്ന 7 വയസ്സ് വരെയുള്ള സമയം ആ കുഞ്ഞിൻ്റെ എൻവയോൺമെൻറ്റ് നമ്മളാണ് അല്ലേ. കുഞ്ഞിൻ്റെ എൻവയോൺമെൻറ്റ് കുഞ്ഞിൻ്റെ ഉമ്മയും ഉപ്പയുമാണ്. കുഞ്ഞിൻ്റെ എൻവയോൺമെൻറ്റ് ആ കുഞ്ഞ് പഠിക്കുന്ന, ആ കുഞ്ഞ് എത്തിച്ചേരുന്ന ആ കുഞ്ഞിൻ്റെ സ്ഥാപനമാണ്, അവിടെയുള്ള അധ്യാപകരാണ്, ആ കുഞ്ഞ് പഠിക്കുന്ന കാര്യങ്ങളാണ്. അൽഹംദുലില്ലാഹ്, നമുക്ക് ഓരോരുത്തർക്കും, എൻ്റെ മക്കൾ അവരും അൽഫിത്രയിൽ പഠിച്ച മക്കളാണ്. ആ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ, ആ തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് മുൻപിൽ നിൽക്കുമ്പോൾ ആ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ നിങ്ങളോട് പറയാൻ സാധിക്കും, അൽ ഫിത്ര എന്ന് പറയുന്ന സ്ഥാപനം നമ്മുടെ മക്കൾക്ക് നൽകുന്ന നന്മകൾ എപ്രകാരമാണ് എന്ന്. ഒരു കുഞ്ഞ് എന്താണ് കാണുന്നത്, എന്താണ് കേൾക്കുന്നത്, എന്താണ് അനുഭവിക്കുന്നത്, അതാണ് ആ കുഞ്ഞ് മനസ്സിലാക്കുന്നത്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് സയൻസ് എന്നറിയപ്പെടുന്ന മനഃശാസ്ത്രത്തിൻ്റെ ഒരു സബ്ജക്റ്റാണ് NLP. ഇതിൽ പറയുന്നത്, ഒരു മനുഷ്യൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് കണ്ടും കേട്ടും അനുഭവിച്ചുമാണ്. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുകയാണ്, ഞാൻ മനുഷ്യരെ ഒന്നും അറിയാത്തവനായി സൃഷ്ടിച്ചു. മനുഷ്യരെ ഒന്നും അറിയാത്തവനായിക്കൊണ്ട് അള്ളാഹു സൃഷ്ടിച്ചു. പക്ഷേ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ അവന് ഞാൻ കണ്ണും ചെവിയും ഹൃദയവും നൽകി. അത് തന്നെയല്ലേ ശാസ്ത്രം തെളിയിക്കുന്നത്? അത് തന്നെയാണ് ശാസ്ത്രം തെളിയിക്കുന്നത്. നമ്മുടെ മുന്നിൽ ഒരു ക്യാമറ വരികയാണ്. നോക്കൂ, ഈ 2 ക്യാമറകൾ നിങ്ങളുടെ മുൻപിലേക്ക് തിരിച്ചു വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മൊബൈൽ ഫോൺ എടുത്തിട്ട് ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കും ഇല്ലേ? ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കിയിട്ട് നമ്മളൊന്ന് നോക്കും, നമ്മുടെ അറ്റയറൊക്കെ നല്ലതല്ലേ, നമ്മുടെ മുഖമൊക്കെ ഓക്കെ അല്ലേ എന്ന്. കാരണം എന്താ? ആ ക്യാമറയിൽ എന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഞാൻ ആ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു പക്ഷേ ഇന്നോ നാളെയോ നമ്മുടെ സ്കൂളിൻ്റെ ഗ്രൂപ്പിൽ ആ വീഡിയോ വരും. ആ വീഡിയോ വരുമ്പോൾ നമ്മളെ മാത്രം സൂം ചെയ്ത് നോക്കും അല്ലേ?
നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കണേ? നിങ്ങളൊന്ന് വീഡിയോ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ലേ? ഉണ്ട്. നമ്മളെ ഫോട്ടോ മാത്രം സൂം ചെയ്ത് നോക്കിയിട്ട് ഒരു ഫോട്ടോ ഷെയർ ചെയ്യുമ്പോൾ നമ്മളെ ഫോട്ടോ മാത്രം നമ്മൾ സൂം ചെയ്ത് നോക്കും. ഓക്കെ ആണോ? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഫോർവേഡ് ചെയ്യൂ അല്ലേ? തൊട്ടപ്പുറത്തുള്ള നമ്മളെ കൂടെ ഇരിക്കുന്ന ആൾ ഒരു പക്ഷേ ഒരു ഭംഗി ഉണ്ടാവില്ല അയാൾ ആ ഫോട്ടോയിൽ കാണാൻ. നമ്മളത് നോക്കൂല. നമ്മൾ ഓക്കെ ആണോ? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഫോർവേഡിങ് ആണ്. ഇവിടെയും നമ്മൾ വീഡിയോ മുന്നിൽ വരുന്നുണ്ട് എന്ന് കാണുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിച്ച് ആ വീഡിയോ ഒരു പക്ഷേ നമ്മളിലേക്ക് തിരിച്ചു വരുമെന്ന ചിന്തയിലിരിക്കുമ്പോൾ നാം ഓർക്കേണ്ടതുണ്ട്, എന്നെ സംബന്ധിച്ച് ഞാൻ 3 ക്യാമറകൾക്ക് മുൻപിൽ ജീവിക്കുന്ന ആളാണ്. ഈ ക്യാമറകളല്ല, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ക്യാമറയും 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ക്യാമറയും LKGയിൽ പഠിക്കുന്ന ഒരു ക്യാമറയും, 3 ക്യാമറകൾക്ക് മുൻപിലാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ മക്കൾ അവർ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത് കണ്ടും കേട്ടും അനുഭവിച്ചുമാണ് എങ്കിൽ എൻ്റെ കുഞ്ഞിനെ നല്ലത് മാത്രം കേൾപ്പിക്കേണ്ടത് ഞാനാണ്. എൻ്റെ കുഞ്ഞിനെ നല്ലത് മാത്രം കാണിച്ചു കൊടുക്കേണ്ടതും അനുഭവിപ്പിച്ചു കൊടുക്കേണ്ടതും ഞാനാണ്. കാരണം ഈ 3 വീഡിയോകളും അവരുടെ ജീവിതത്തിലൂടെ നാളെ ഞാൻ കാണേണ്ടി വരും. പക്ഷേ അവിടെ എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവില്ല. നമ്മുടെ മുൻപിൽ വരുന്ന വീഡിയോകൾ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എങ്കിൽ നമ്മുടെ മക്കളിൽ നിന്നും നമ്മിലേക്ക് വരുന്ന ആ വീഡിയോകളെ എഡിറ്റ് ചെയ്യാൻ യാതൊരു ഓപ്ഷനും നമുക്കുണ്ടാവില്ല. സൂക്ഷിക്കേണ്ടതുണ്ട്. കാലഘട്ടം പഴയ കാലഘട്ടമല്ല അല്ലേ? സ്നേഹമുള്ള കുടുംബാന്തരീക്ഷം മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, ഉമ്മയും ഉപ്പയും ഏറ്റവും സ്നേഹമുള്ളവരായി തീരുക, ബന്ധങ്ങൾക്കിടയിൽ ഊഷ്മളത വർദ്ധിപ്പിക്കുക എന്നൊക്കെ ഇങ്ങനെ നാം പ്രസംഗിക്കുന്ന സമയത്ത് ഒരിക്കൽ ഇതുപോലൊരു സദസ്സിൽ ഈ കാര്യം ഇങ്ങനെ പറയുന്നതിനിടയിൽ മുൻപിലിരിക്കുന്ന ഒരു ഉമ്മ എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ്, അല്ല മോളെ, ചട്ടിയും കലമൊക്കെ ആവുമ്പോൾ കോഴിക്കോടും തട്ടിയും മുട്ടിയും തന്നെയാ. ഞാൻ വിചാരിച്ച അത് പറഞ്ഞ നാട്ടിൽ മാത്രമാണ് തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കുന്നത് എന്ന്. ചട്ടിയും കലമൊക്കെ ആവുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ അല്ലേ ഇരിക്കുകയെന്ന്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാമോ? കമ്പ്യൂട്ടർ യുഗമൊക്കെ കഴിഞ്ഞു. ദിസ് ഈസ് റോബോട്ടിക്സ് എറ. ഇത് റോബോട്ടുകളുടെ കാലഘട്ടമാണ് അല്ലേ? ഒരു പക്ഷേ അടുത്ത നിങ്ങളുടെ വാർഷികത്തിന് ക്ലാസ് എടുക്കാൻ വരുന്നത് റോബോട്ടുകളായിരിക്കും. അതുമല്ല എങ്കിൽ അടുത്ത നിങ്ങളുടെ വാർഷികത്തിന് നിങ്ങളിങ്ങനെ ഒത്തുകൂടുക പോലും ചെയ്യില്ല. വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ബെഡ്റൂമിൽ, നിങ്ങളുടെ സ്വസ്ഥമായ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് നിങ്ങളിങ്ങനെ ഒത്തുകൂടും. ഒരു പക്ഷേ അങ്ങകലെ അമേരിക്കയിലോ അന്റാർട്ടിക്കയിലോ ഒക്കെ ഉള്ള സ്കോളേഴ്സ് നിങ്ങൾക്ക് മുൻപിൽ വന്ന് ക്ലാസ് എടുക്കും വിത്തൗട്ട് സ്ക്രീൻ. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് മെറ്റാവേഴ്സ്. മെറ്റാവേഴ്സ് എന്നറിയപ്പെടുന്ന ശാസ്ത്രത്തിൻ്റെ അതിനൂതനമായ കണ്ടുപിടുത്തമാണ്. അതിൻ്റെ സഹായത്തോടു കൂടിയിട്ടായിരിക്കും ഒരു പക്ഷേ അടുത്ത വർഷം നമ്മളിങ്ങനെ ഒത്തുകൂടുന്നത് അല്ലേ? ശാസ്ത്രം പുരോഗമിക്കുകയാണ്. നമ്മുടെയൊക്കെ ബ്രെയിൻ കപ്പാസിറ്റി 1500 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ് എങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, ഈ ആൽഫ ജനറേഷനിലുള്ള കുഞ്ഞുങ്ങൾ, 2010 ശേഷമുള്ള 2010 ശേഷമുള്ള മക്കൾ, അവരുടെ തലച്ചോറിൻ്റെ കപ്പാസിറ്റി 1800 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്. അതുകൊണ്ട് പണ്ടത്തെ പോലെ തട്ടിയും മുട്ടിയും ഇരിക്കുന്ന കലങ്ങളാണ് മാതാപിതാക്കളെങ്കിൽ, വീട്ടിലുള്ള ബന്ധങ്ങളെങ്കിൽ ഓർക്കേണ്ടതുണ്ട്, പണ്ട് തട്ടിയാലും മുട്ടിയാലും കലത്തിൽ ഇത്തിരി വിള്ളൽ വന്നാലും ചെറിയ പൊട്ടൊക്കെ ഉണ്ടായാലും ആ കലത്തിൽ അരിവേവുമായിരുന്നു. അത് ചോറും കഞ്ഞിയുമായി മാറുമായിരുന്നു. പക്ഷേ ഇന്ന് തട്ടി മുട്ടിയിരുന്നാൽ ആ കലം നീട്ടി എറിയാനേ പറ്റുള്ളൂ. കാരണം അതിൽ നമ്മുടെ മക്കളെ ഊട്ടാനുള്ള കഞ്ഞിയും ചോറും അതിൽ വേവൂല. കാരണം അന്ന് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്ന ഓപ്ഷൻസ് അല്ല ഇന്ന് മക്കളുടെ മുൻപിലുള്ളത്. അന്ന് വർഷങ്ങൾക്ക് മുൻപേ, 15 വർഷങ്ങൾക്ക് മുൻപേ എൻ്റെ ഉമ്മുമ്മ എടവണ്ണ ജമീല ടീച്ചർ എഴുതിയ കുറച്ച് വരികളാണ്. അതിങ്ങനെയാണ്: എന്തിനാണ് പൊന്നിലഞ്ഞി പൂവണിഞ്ഞ് നിൽക്കണ, എപ്പോഴാണ് കാറ്റ് വന്ന് താലി നിന്നെ കെട്ടണ, ലല്ലലല്ലം ലാലലല്ലം ആടിടും തെങ്ങോലയിൽ താളമിട്ട് മേളമിട്ട്
പൂങ്കുയില് പാടണ താമരപ്പൂ മാരനെന്തേ ഇത്ര താമസിക്കണ. ഈ ഗാനത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീധനക്കുറവ് മൂലം മംഗല്യ സൗഭാഗ്യം ലഭിക്കാത്ത ഒരു പെൺകുട്ടി അവളുടെ രോദനമാണ് പാടുന്നത്. നോക്കൂ, 15 വർഷങ്ങൾക്ക് മുൻപേ ഉമ്മൂമ്മ എഴുതിയ വരികളാണ്. അന്ന് ഈ വരികൾ പാടുമ്പോൾ നമ്മുടെ മക്കളും നമ്മളുമെല്ലാം ആസ്വദിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ആൽഫ ജനറേഷനിലെ കുഞ്ഞുങ്ങൾക്ക് മുൻപിൽ വെച്ച് ഈ ഗാനം ഞാൻ ആലപിച്ചാൽ ഒരുപക്ഷെ ആരോഗ്യത്തോടു കൂടി ഞാൻ ഇറങ്ങിപ്പോവില്ല സ്റ്റേജിൽ വന്ന്. കാരണം എന്താ, ഇതിൻ്റെ അവസാന വരികളിൽ എന്താ നിങ്ങൾ കേട്ടത്? താമരപ്പൂ മാരനെന്തേ ഇത്ര താമസിക്കണോന്ന്. പൊന്നാറിൻ്റെ സുഹൃത്തുക്കളെ, ആർക്കാ താമരപ്പൂമാരനെ വേണ്ടത്? ആർക്കാണ് ഈ കാലഘട്ടത്തിൽ താമരപ്പൂമാരനെ വേണ്ടത്? അന്ന് പണ്ട് ഈ കലവും ചട്ടിയും തട്ടിയും മുട്ടിയൊക്കെ ഇരുന്നാലും മക്കൾക്ക് ഒരു പക്ഷേ അവരുടെ പഠനകാലം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജോലിയായി വരുമാനമായി കഴിഞ്ഞാൽ വിവാഹമെന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ മനോഹരമായ മറ്റൊരു അവസ്ഥയിലേക്ക്, മറ്റൊരു ഫേസിലേക്ക്, മറ്റൊരു സ്റ്റേജിലേക്ക് എത്തുക എന്നതായിരുന്നു മുൻപിലുണ്ടായിരുന്ന ഓപ്ഷൻ. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഓപ്ഷൻസ് നിരവധിയാണ്. അനവധി അവസരങ്ങളാണ് മുൻപിലുള്ളത്. എന്തിന് വിവാഹം കഴിക്കണം? ലിബറലിസത്തിൻ്റെ കാലഘട്ടമാണ്. ജെൻഡർ ഇക്വാലിറ്റിയുടെ മാത്രമല്ല, ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ കാലമാണ്. എന്താ ജെൻഡർ ന്യൂട്രാലിറ്റി? എന്താണ് ഹോമോസെക്ഷുവാലിറ്റി? എന്താണ് ബൈസെക്ഷുവാലിറ്റി? എന്താണ് ലെസ്ബിയനിസവും ഗേയിസവും? നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് ഓരോരുത്തർക്കും ഇതൊക്കെ വെറും ടേംസ് ആയിരിക്കാം, വാക്കുകളായിരിക്കാം. ഒരു വേള തെറ്റാതെ ഈ വാക്കുകൾ പറയണമെങ്കിൽ 10ഓ 15ഓ തവണ ഇമ്പോസിഷൻ എഴുതേണ്ടി വരും നമുക്ക്. പക്ഷേ ഉണ്ടല്ലോ, നമ്മുടെ മക്കളില്ലേ, അവർ ജീവിച്ചു വരുന്ന ഈ സമൂഹം, അവർ ജീവിച്ചു വരുന്ന ഈ ലോകം, ഈ ഇത്തരം വാക്കുകളുടെ വക്താക്കളാണ് അവർ. അത് അവരുടെ ജീവിത രീതിയാണ്. അവർക്ക് മുൻപിൽ ഇങ്ങനെ വിശാലമായി പരന്നു കിടക്കുകയാണ് ഇത്തരം തിയറികൾ. ആ തിയറികളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ എന്ത് രസമാണെന്നറിയോ നിങ്ങൾക്ക്? കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരിക. ആ കുട്ടിയുടെ പരാതി എന്താണെന്നറിയാമോ? ആ കുട്ടിയുടെ ഭർത്താവിൻ്റെ ഉപ്പ പുറത്ത് സോഫയിലിരിക്കും, എന്നിട്ട് ഉമ്മാനെ ഡീ എന്ന് വിളിക്കും. അപ്പോൾ ഉമ്മ ചായ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കും. ഉപ്പ എന്ത് ചെയ്യും? ഏകദേശം അരമണിക്കൂറെടുത്ത് ആസ്വദിച്ച് ചായ കുടിക്കും. ചായ കുടിച്ചതിന് ശേഷം അടുത്ത ഡീ എന്ന് വിളിക്കുമ്പോൾ ഉമ്മ വന്ന് ആ ഗ്ലാസ് എടുത്ത് കൊണ്ടുപോയി കഴുകി വെക്കും. ഐ വോണ്ട് ഡിവോഴ്സ്. അവൾ പറയാണ്, ഐ വോണ്ട് ഡിവോഴ്സ്, എനിക്ക് ഡിവോഴ്സ് വേണം. ഞാൻ ചോദിച്ചു, നീ വാപ്പാനെ അല്ലല്ലോ കല്യാണം കഴിച്ചത്, വാപ്പാൻ്റെ മോനെയല്ലേ, പിന്നെ എന്തിന് ഡിവോഴ്സ് വേണം? ആ കുട്ടി പറയാ, ഡോക്ടറെ, ഈ ഉപ്പാനെ കണ്ടല്ലേ എൻ്റെ ഇണ പഠിച്ചിട്ടുണ്ടാവുക. എൻ്റെ ഭർത്താവ് ഈ ഉപ്പയെ കണ്ട് പഠിച്ചവനാണ്. അവന് ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും, അവൻ്റെ ഡ്രസ്സ് ഞാൻ അയൺ ചെയ്ത് കൊടുക്കേണ്ടി വരും, അവൻ്റെ ഷൂ ഞാൻ പോളിഷ് ചെയ്ത് കൊടുക്കേണ്ടി വരും, അവൻ കഴിച്ച പാത്രം പോലും ഞാൻ കഴുകി വെക്കേണ്ടി വരുമെന്ന്. കാലം മാറിയില്ലേ? കാലം മാറി. എനിക്ക് 3 ആൺകുട്ടികളാണേ. നേരത്തെ പറഞ്ഞില്ലേ, 4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും LKGയിലും പഠിക്കുന്ന 3 ആൺകുട്ടികളാണ്. ഇൻഷാ അല്ലാ ജീവനോടെ ബാക്കിയുണ്ട് എങ്കിൽ, എൻ്റെ തമ്പുരാൻ വിധി കൂട്ടുകയാണ് എങ്കിൽ 3 പെൺകുട്ടികളെ അവർ കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത്. അന്ന് വൈകുന്നേരം ക്ലിനിക്ക് അടച്ച് വീട്ടിൽ ചെന്നയുടനെ ചെയ്തത് എന്താണെന്നറിയോ? 3 മക്കളെയും വിളിച്ചു വരുത്തി ഞാൻ പാത്രം കഴുകാൻ പഠിപ്പിച്ചു കൊടുത്തു. കാരണം എനിക്ക് പെൺകുട്ടികൾ ഓരല്ലേ കൊണ്ടുവരുള്ളൂ. ഇപ്പം ചെറുതുണ്ട്, 3.5 വയസ്സായ മോന്. അവൻ പോലും കസേര നീക്കിയിട്ട് സിങ്കിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് എണീറ്റ് നിന്ന് അവൻ്റെ പാത്രം കഴുകി വെക്കും. ഓനും ഉണ്ടാവില്ലേ പെണ്ണെട്ടാൻ പൂതി ഇല്ലേ? ഇതാണ് കാലഘട്ടം. ഇവിടെ മനസ്സിലാക്കണമെങ്കിൽ ഉമ്മ ചായയുണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കുന്നത് ഉപ്പയോടുള്ള സ്നേഹമാണ്. ഉപ്പയുടെ ഡി എന്ന വിളിയിൽ ഉമ്മയോടുള്ള സ്നേഹമാണ് എന്ന് പറഞ്ഞു കൊടുത്തല്ല മനസ്സിലാക്കേണ്ടത്, അത് പകർന്നു കൊടുക്കേണ്ടതാണ്. ഉമ്മ അടുക്കളയിലിരുന്ന് പ്രാഗി പറഞ്ഞാണ് ചായ ഉണ്ടാക്കുന്നത് എങ്കിൽ, ചായ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞ് അടുക്കളയിലിരുന്ന് ഉമ്മയുടെ ജീവിതമോ ഇങ്ങനെ നരകത്തിലായിപ്പോയി എന്ന് ഗദ്ഗതം പറയുന്നുവെങ്കിൽ ഓർക്കേണ്ടതുണ്ട്, മക്കൾക്ക് മുന്നിൽ ഓപ്ഷൻസ് ഒരുപാടാണ്.
ഓപ്ഷൻസ് നിരവധി അനവധിയാണ്. കല്യാണം കഴിക്കേണ്ടതില്ല. ആണിന് പെണ്ണിനെയോ പെണ്ണിന് ആണിനെയോ കല്യാണം കഴിക്കുന്നത് സ്ത്രീയുടെ അടിമത്വമല്ലേ, പുരുഷൻ്റെ മേധാവിത്വമല്ലേ എന്ന് ദിവസവും 2, 3, 4, 5, 10 കേസുകൾ ക്ലിനിക്കിൽ കാണുന്നയാളാണ്. അതുകൊണ്ട് ഉണർത്തുകയാണ്, അത് വീടുകളിൽ പഠിപ്പിച്ചു കൊടുക്കണം. ആ മാതൃക പരിശുദ്ധ ഇസ്ലാം മതം മാത്രമാണ് നൽകുന്നത് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. മറ്റൊരു മതത്തിലും ഹലാലും ഹറാമും ഇല്ല. നോക്കൂ, ഒരു പെണ്ണിന് വിവാഹം കഴിക്കുന്നതിൽ, ആണിനെ സ്നേഹിക്കുന്നതിലോ കല്യാണം കഴിക്കുന്നതിലോ ഹോമോസെക്ഷുവാലിറ്റിയിലോ മറ്റൊരു ശാസ്ത്രത്തിനും ഒരു പ്രശ്നവുമില്ല. അംഗീകരിക്കുകയാണ്. നമ്മുടെ നിയമവ്യവസ്ഥ പോലും അതിനെ അംഗീകരിക്കുന്ന കാലഘട്ടം വരുമ്പോൾ അതിനെ ഹറാമാക്കിയ മതം നമ്മുടെ മതമല്ലേ? ഞാനൊരു അനുഭവം പങ്കുവെക്കുകയാണ്. ഒരിക്കൽ എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ വളരെയധികം ചാരിതാർത്ഥ്യം തോന്നിയ, സന്തോഷം തോന്നിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. 40 വയസ്സ് പ്രായമുള്ള ഒരാൾ ക്ലിനിക്കിൽ കൗൺസിലിങ്ങിന് വരികയാണ്. അയാളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ശരീരം കൊണ്ട് വ്യക്തമായ ഒരു പുരുഷനാണ് എങ്കിലും സംസാരത്തിലും നടത്തത്തിലും പെരുമാറ്റത്തിലും സ്ത്രൈണത കലർന്ന രൂപമായിരുന്നു. കല്യാണം കഴിഞ്ഞ് 2 മക്കളുള്ള ആളായിരുന്നു. അദ്ദേഹത്തെ സ്വവർഗരതി എന്ന് പറയുന്ന വിഷം വമിക്കുന്ന ആ കാര്യത്തിന് വേണ്ടി പലരും ഉപയോഗപ്പെടുത്തുകയാണ്. സങ്കടം സഹിക്കാൻ പറ്റാതെ, ചെറുത്ത് നിർത്താൻ സാധിക്കാതെ കൗൺസിലിങ്ങിന് വരികയാണ്. എൻ്റെ മുൻപിൽ വലിയ ചോദ്യചിഹ്നമായി നിന്നിരുന്ന ഒരു കേസായിരുന്നു. അൽഹംദുലില്ലാ 4 സിറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തിന് അദ്ദേഹം പൂർണ്ണമായും അതിൽ നിന്ന് മാറ്റപ്പെട്ടു. പരിശുദ്ധ ഇസ്ലാം നിഷ്കർഷിക്കുന്ന ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ മാറ്റിയെടുക്കാൻ സാധിച്ചു എന്നത് അൽഹംദുലില്ലാ വലിയ സന്തോഷം നിറഞ്ഞൊരു കാര്യമായിരുന്നു. പക്ഷേ ദുഃഖം മറ്റൊന്നാണ്. 2 ആഴ്ചകൾക്ക് ശേഷം അയാൾ വീണ്ടും ക്ലിനിക്കിൽ വന്ന് പൊട്ടി കരഞ്ഞിട്ട് പറയാണ്, ഡോക്ടറെ, ഞാൻ വീണ്ടും പഴയ പോലെയായി എന്ന്. സങ്കടം വന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്ന മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഒരുപാട് തെറാപ്പികൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അതൊക്കെ ചെയ്തിരുന്നു. പക്ഷേ മെഡിക്കൽ കോളേജിൽ ഫ്രീ കൗൺസിലിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ ചെന്നു. മെഡിക്കൽ കോളേജിൽ ഫ്രീ കൗൺസിലിംഗ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഫ്രീ കൗൺസിലിംഗ് ആണല്ലോ, ഒന്ന് പോയി അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നതാണ്. അവിടെ ചെന്ന് ഡോക്ടറോട് ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്കിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, അതിനെന്താ കുഴപ്പം? അത് തെറ്റായൊരു കാര്യമല്ലല്ലോ, അത് നിങ്ങളുടെ ഇഷ്ടമല്ലേ? അത് നിങ്ങൾക്കിഷ്ടമുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്കിഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ അതിൽ നിന്നും വിട്ടു നിൽക്കാമെന്ന്. ഒരൊറ്റ നിമിഷത്തെ ചോദ്യം കൊണ്ട് അതിനെന്താ കുഴപ്പം, അത് പ്രശ്നമുള്ള ഒരു കാര്യമല്ലല്ലോ എന്നൊരു ചോദ്യത്തിൽ നിന്നും മനസ്സ് മാറുകയാണ്. അതാണ് നമ്മുടെ കാലം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ കാലം. അതിനെയൊന്നും തെറ്റായി പരിഗണിക്കുന്നില്ല. നോക്കൂ, അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു സൈക്യാട്രിക് ഡിസീസസ് ക്ലാസിഫൈ ചെയ്യുന്ന SDM എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൽ ഈ അസുഖങ്ങളുടെ കൂട്ടത്തിലായിരുന്നു ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്ന അസുഖത്തെ ഉൾപ്പെടുത്തിയിരുന്നത്. അതായത് ജെൻഡർ ന്യൂട്രാലിറ്റി. ഞാനിപ്പോൾ പറയാണ്, ഡോക്ടർ ഫർഹാൻ നൗഷാദ് ഇപ്പോൾ മുതൽ ആണാണ് എന്ന്. ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റൂല. എൻ്റെ ഇണ വന്ന് പറയാണ്, എൻ്റെ ഉമ്മയും ഉപ്പയും വന്ന് പറയാണ്, അല്ല മോളെ നീ പെണ്ണല്ലേന്ന്. എനിക്ക് കോഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാം. കാരണം എനിക്ക് അനുവാദമുണ്ട് എനിക്ക് തോന്നുന്ന ജെൻഡർ സ്വീകരിക്കാൻ. അതാണ് ജെൻഡർ പൊളിറ്റിക്സ്. പക്ഷേ അന്ന് ഈ ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്ന അസുഖം, എൻ്റെ ജെൻഡർ, ഞാൻ പെണ്ണാണെങ്കിൽ എനിക്ക് ആണാണ് എന്ന തോന്നൽ, ഞാൻ ആണാണെങ്കിൽ എനിക്ക് പെണ്ണാണ് എന്ന തോന്നൽ, അത് മാനസിക രോഗമാണ് എന്ന് ക്ലാസിഫൈ ചെയ്തിരുന്ന ആ സാഹചര്യത്തിൽ നിന്നും അത് മാറ്റപ്പെട്ടു. ഈ ജെൻഡർ പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് ആക്ടിവിസ്റ്റ് അതിൻ്റെ പിറകെ നടക്കുകയും അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് സമരങ്ങൾ ചെയ്തുകൊണ്ട് SDM എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ നിന്നും അത് രോഗമല്ലാത്ത ഒരവസ്ഥയാണ് എന്ന് പറയുകയും അതിൽ നിന്ന് ആ എണ്ണത്തിൽ നിന്ന് അത് മാറ്റുകയും ചെയ്യുകയാണ് ചെയ്തത്. നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്, ആ കാലഘട്ടത്തിലേക്കാണ് നമ്മളെ മക്കളെ പ്രസവിച്ചിട്ട് കൊടുക്കുന്നത്. അവർ കേൾക്കുന്നതും കാണുന്നതുമെല്ലാം വിഷം വമിക്കുന്ന ഇത്തരം തിയറികളാണ്.
നമ്മളെ മക്കളുടെ മനസ്സ് മാറുന്നത്, അവരുടെ പ്രവൃത്തികൾ മാറുന്നത്, അവരുടെ ചിന്തകൾ മാറുന്നത് ഒരു കൗൺസിലർക്കോ ഡോക്ടർക്കോ അല്ല ആദ്യം മനസ്സിലാകുക, അത് ഉമ്മാക്കും ഉപ്പാക്കുമാണ്. ആ കുഞ്ഞിൻ്റെ വീട്ടിലുള്ള, ആ കുഞ്ഞിൻ്റെ എൻവിയോൺമെൻറ്റ് എന്നറിയപ്പെടുന്ന ആ കുഞ്ഞിൻ്റെ വീട്ടിലുള്ള ബന്ധങ്ങൾക്കാണ്, ആ കുഞ്ഞിൻ്റെ വീട്ടിലുള്ള ഉമ്മാക്കും ഉപ്പാക്കും വല്യമ്മാക്കും വല്യപ്പാക്കും അല്ലെങ്കിൽ മറ്റു ബന്ധുക്കൾക്കുമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. കൗൺസിലർ അടുത്തേക്കല്ല കൊണ്ടുപോവേണ്ടത്. ആ ആവശ്യം വരില്ല, കൗൺസിലറെ ബന്ധപ്പെടേണ്ട ആവശ്യം വരികയില്ല. യഥാസമയത്ത് മക്കളുടെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ, അത് മനസ്സിലാക്കണമെങ്കിൽ ബന്ധങ്ങൾ ഊഷ്മളമാവണം. ഇണകൾക്കുള്ളിൽ, കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്കുള്ളിലുള്ള ബന്ധം മനോഹരമാവണം. നിങ്ങൾ പരസ്പരം ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനും സംതൃപ്തി അടയുവാനും വേണ്ടി നിങ്ങളെ ഞാൻ ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്ന വാഗ്ദാനമാണ്. നാം ഓർക്കേണ്ടതുണ്ട്, എൻ്റെ കുഞ്ഞിന് ഞാനും എൻ്റെ ഇണയും സന്തോഷവും സംതൃപ്തിയും ആനന്ദവുമാണോ നൽകുന്നത്? ഒരു കുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവരുമ്പോൾ ആ കുഞ്ഞിന് +2 പഠിക്കുന്ന മോളാ, അവൾക്ക് ഛർദിയാണ്. എന്ത് കഴിക്കുമ്പോൾ അവളെ ഛർദിക്കുകയാണ്. കഴിഞ്ഞ 18 വർഷമായി, ഈ ജനിച്ച അന്ന് മുതൽ 3 വയസ്സ് മുതൽ ഈ സമയം വരെ അവളെ ചികിത്സിക്കാത്ത ഇടങ്ങളില്ല. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി സകല ടെസ്റ്റുകളും ചെയ്തു, എൻഡോസ്കോപ്പി ചെയ്തു, കൊളോണോസ്കോപ്പി ചെയ്തു, ഈവൻ ബയോപ്സി പോലും എടുത്തു. പക്ഷേ എല്ലാത്തിൻ്റെയും റിപ്പോർട്ട് നോർമലാണ്, ഒന്നിലൊരു കുഴപ്പമില്ല. അവസാനം ഡോക്ടർ പറയുകയാണ്, നിങ്ങൾ ഒരു കൗൺസിലറെ കൂടി ബന്ധപ്പെടുക. കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു, സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആ കുട്ടി പറയുകയാണ്, ചെറിയ പ്രായത്തിൽ കുഞ്ഞുകുട്ടിയായിരിക്കുന്ന സമയത്ത് ഓർമ്മ വെച്ച കാലം മുതലേ ഉമ്മയും ഉപ്പയും എപ്പോഴും പ്രശ്നമാണ്, അവർ തമ്മിൽ എപ്പോഴും അടിയാണ്. അന്ന് കുഞ്ഞു പ്രായത്തിൽ, ചെറിയ പ്രായമായ സമയത്ത് ഉമ്മയും ഉപ്പയും തമ്മിൽ പ്രശ്നം തുടങ്ങുമ്പോൾ ഉമ്മ എന്ത് ചെയ്യും, ഇവൾക്ക് ഒരു പാത്രത്തിൽ കുറച്ച് ഭക്ഷണം ഇട്ട് കൊടുക്കും. 3 വയസ്സുള്ള സമയത്ത് അവൾ ആ ഭക്ഷണം കഴിക്കും. അവൾ ഓരോ വറ്റായി എടുത്തെടുത്ത് കഴിക്കുമായിരുന്നു. ഇവർ ബഹളം വയ്ക്കുമ്പോൾ, ഇവർ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അവിടെ നിന്നും ശ്രദ്ധ അവളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ കുഞ്ഞ് കരയും. പക്ഷെ ഉമ്മ മൈൻഡ് ചെയ്യൂല, ഉമ്മ മൈൻഡ് ചെയ്യുമായിരുന്നില്ല. അങ്ങനെ ഉപ്പയുടെ ശ്രദ്ധ അവളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്തു, ഛർദ്ദിക്കാൻ തുടങ്ങി. ഛർദി വരാണ്ട് തന്നെ അവൾ സ്വമേധയാ ഛർദ്ദിപ്പിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഛർദ്ദിക്കുമ്പോൾ എന്ത് ചെയ്യും, ഉമ്മ ഓടി വരും, അവൾ എടുക്കും, അവളെ ശ്രദ്ധിക്കും. ഇത് അവളൊരു ശീലമാക്കി മാറ്റി. അവസാനം ഛർദ്ദിച്ച് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ആമാശയത്തിൽ ഭക്ഷണം അങ്ങോട്ടേക്ക് മാത്രം ഇറങ്ങുക എന്നൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തെ ശരീരം തന്നെ ഇങ്ങനെ ചെയ്ത് ആ സിസ്റ്റത്തിന് പ്രശ്നം വരികയും പിന്നീട് എന്ത് കഴിക്കുമ്പോഴും ഛർദ്ദിക്കാൻ തോന്നുക എന്നൊരവസ്ഥയിലേക്ക് അവൾ എത്തുകയും ചെയ്തു. നോക്കൂ, ഇതൊരു ഉദാഹരണമാണ് എങ്കിൽ ഇതുപോലെയുള്ള നിരവധി ഉദാഹരണങ്ങളാണ് ഓരോ ദിവസവും കാണാറുള്ളത്. എല്ലാത്തിൻ്റെയും ബേസിക് എന്താണ്? വീട്ടിൽ ധാർമ്മികത നൽകുക. നാം പഠിച്ച കാര്യങ്ങൾ, നാം എല്ലാവരും മദ്രസയിൽ പോയി എന്താണ് ഇസ്ലാം മതം എന്ന് പഠിച്ചവരാണ്. ഇപ്പോഴും വായിക്കുന്നു, ഇപ്പോഴും കേൾക്കുന്നു, ഇപ്പോഴും നാം പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താണ് ഇസ്ലാമിൽ? ഇറ്റ്സ് ആൻ ഐഡിയോളജി. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയാണ്. പുഞ്ചിരി പോലും സ്വതക്കയാക്കിയ മതമാണ് എങ്കിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. ആ രീതി അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ് എങ്കിൽ നമ്മുടെ മക്കൾ മറ്റൊരു ലഹരികളിലേക്കും മറ്റൊരാനന്ദങ്ങളിലേക്കും വഴിതെറ്റിപ്പോവാതെ ആ പട്ടത്തിൻ്റെ ഒരറ്റം നമ്മുടെ കൈകളിൽ തന്നെ മുറുകെ പിടിക്കാൻ സാധിക്കുമെന്ന് ഞാനും നിങ്ങളും ഓർക്കേണ്ടതുണ്ട്. ഖുർറത്ത് ഐൻ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. നമ്മുടെ മക്കളും കുടുംബവും കുളിർമയേകുമാറ് പടച്ചവൻ സംവിധാനിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.